കലയിലും സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ എന്നും വിവാദങ്ങളാണ്. ഒരു കഥാപാത്രത്തിന്റെ പേരിടാൻ കഴിയില്ല, അല്ലെങ്കിൽ കഥ എഴുതാൻ പറ്റത്തില്ല, വലിയ വിവാദമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ടിപ്പിക്കൽ മതങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ക്രിസ്തു മതത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയാൽ പ്രശ്നമാണ്. യേശുവിൻ്റെ തിരുമുറിവ് എന്നൊക്കെ പറഞ്ഞ് നാടകമൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും വ്യാപകമായിട്ട് എഴുതുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ ബഹളം ഉണ്ടാക്കും, അള്ളാഹുവിനെ കുറിച്ച് എഴുതിയാൽ മുസ്ലിങ്ങൾ ബഹളം ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ജോസഫ് എന്ന് പറയുന്ന ഒരാളിൻ്റെ കൈവെട്ടി, അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സെൻസർ ബോർഡിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ സെൻസർ ബോർഡ് ആദ്യമേ സ്ക്രിപ്റ്റ് മേടിക്കുക, അതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്. സെൻസർ ബോർഡ് കാണുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സെൻസർ ബോർഡിനൂടെ അയച്ചു കൊടുക്കുക. അതിൻ്റെ അംഗങ്ങൾക്ക് സെൻസർ ബോർഡ് ആദ്യമേ സ്ക്രിപ്റ്റ് വാങ്ങുക, സ്ക്രിപ്റ്റ് നോക്കുക, ഇത് തെറ്റാണോ ശരിയാണോ നോക്കുക, ആ സ്ക്രിപ്റ്റിന് മാത്രം അനുവാദം കൊടുക്കുക. ഇത് സിനിമ നിർമ്മിച്ച് ഒരു വലിയ നിർമ്മാതാവ് വന്നപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ വേണം. നിർമ്മാണം വന്നു, സംവിധായകൻ വന്നു, നടന്മാരെ കൊണ്ടുവന്നു, വളരെ കഷ്ടപ്പെട്ട് പ്രൊഡക്ഷനൊക്കെ നടത്തി. അപ്പോഴും തന്നെ പൊളിറ്റിക്സ് പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം സിനിമയായി കഴിഞ്ഞ് സെൻസർ ബോർഡിൻ്റെ അവിടെ വരുമ്പോൾ 2 മണിക്കൂർ നേരത്തേക്ക് സിനിമ കാണാനിരിക്കും. കത്തിരി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ല താഴെ വെച്ചുകൊണ്ടല്ല ഇരിക്കണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കത്തിരി. ഏതും രംഗം ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേ കയറി കട്ട് ചെയ്യും. ഇപ്പം അതാ കോടതി പറഞ്ഞിരിക്കുന്നു, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് കോടതി പറഞ്ഞിരിക്കുന്നു, വിദ്യാധരൻ മഹൾ ജാനകി എന്ന് പറയുന്നത് കൊണ്ട് ഒന്നുകിൽ ആദ്യം വി ജാനകി എന്ന് ഉടനീളം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ജാനകി വി എന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ ജാനകിയുടെ പേര് പറയാൻ പാടില്ല. ഇങ്ങനെ ആരെയും അത് മോശമായി ചിത്രീകരിക്കുന്ന സ്ഥലത്തൊന്നും ജാനകിയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ള നിലയിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് 96 കട്ട് പറഞ്ഞെടുത്ത് 2 കട്ട്. ഇത് ഒരു കട്ടിന്റെ ആവശ്യമില്ല. ആദ്യമേ സ്ക്രിപ്റ്റ് മേടിക്കുക, ആ സ്ക്രിപ്റ്റ് അപ്രൂവൽ കൊടുക്കുക. പക്ഷേ സ്ക്രിപ്റ്റ് അപ്രൂവൽ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സ്ക്രിപ്റ്റ് പുറത്ത് പോയാൽ തീർച്ചയായിട്ടും സിനിമ പിന്നെ ഇറങ്ങിയിട്ട് കാര്യമില്ല, കാരണം സസ്പെൻസ് പൊളിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് സീക്രട്ട് ഡോക്യുമെൻ്റായി സൂക്ഷിക്കുമോ എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ ത്രെഡ് വെളിയിൽ പോയി കഴിഞ്ഞാൽ, സിനിമയുടെ ത്രെഡ് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഇറക്കുക. ഏതൊക്കെ പേര് ഉപയോഗിക്കാം, ഏതൊക്കെ പേര് ഉപയോഗിച്ചുകൂടാ, ഇന്ത്യയിലെ ദൈവങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചൂടെ എന്നൊക്കെ പറയാം. പക്ഷെ അത് പറയുമ്പോഴൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്കിവിടെ ദൈവങ്ങളെ ഇന്ത്യൻ സനാതന ധർമ്മം അനുസരിച്ചും കൺസെപ്റ്റ് അനുസരിച്ചും ആരെയും ഏത് ദൈവത്തിനെയും നമുക്ക് വിമർശിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം കൂടെ തന്നിട്ടുണ്ട്. ദൈവമില്ലെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാമൻ്റെ അടുത്ത് രാമൻ ചോദിക്കുന്ന ഒരു സെന്റൻസ് തന്നെ പറയുന്നുണ്ട്, ചാർവാഹകന്മാരെ സംരക്ഷിച്ചോ, അവരെ കുറിച്ച് എന്തുണ്ട്, അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന രാമൻ ഉണ്ടായിരുന്ന നാടാണ് ഇവിടെ. ചാർവാഹകന്മാർ 24 മണിക്കൂർ രാമനെയും കൃഷ്ണനെയൊക്കെ തന്തയ്ക്ക് വിളിക്കും, അത് വേറെ കാര്യം. പക്ഷെ ആ ചാർവാഹകന്മാർക്കും സുഖമാണോ, അവരുടെ ക്ഷേമം അന്വേഷിച്ചോ എന്ന് ഭരതനോട് ലക്ഷ്മണനോടൊക്കെ രാമൻ ചോദിക്കുന്ന ഒരു ഭാഗവും രാമായണത്തിലുണ്ട്. അത് ചാർവാഹകന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യുക്തിവാദികൾക്കും മുക്തിവാദികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ജാനകിക്ക് ഇപ്പോൾ ഇത് കൊടുക്കുന്നു, അനുവാദം കൊടുക്കുന്നു. ഇതൊരു പൊളിറ്റിക്സ് ആക്കിയാണ് പോകുന്നത്. എന്തായാലും സുരേഷ് ഗോപി ഒരു പക്വത കാണിച്ചു, അദ്ദേഹം മിണ്ടാതിരുന്നു. രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പക്വത കാണിച്ചു, ഒരു വിവാദത്തിനും പോയില്ല, അത് സെൻസർ ബോർഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെയൊക്കെ ഇടപെടൽ കണ്ടേക്കാം. 96 വെട്ട് കഴിഞ്ഞു, 94 വെട്ടും കഴിഞ്ഞു, 2 വെട്ട്. അത് ഒന്ന് ഉപയോഗിക്കാവുന്ന 2 വെട്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ജാനകിയുടെ പേരിൻ്റെ മുന്നിലോ പിന്നിലോ വി കൂടെ ചേർക്കുക. വിദ്യാധരൻ മകളായതുകൊണ്ട് കോടതിയിൽ ഇത് പറയാനും പാടില്ല, ഈ പേര് പറയാനും പാടില്ല. പ്രതി എന്നോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ മതി, അതിജീവിതം എന്നൊക്കെ, അല്ലെങ്കിൽ പേര് പറയണ്ട എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജാനകി ഇറങ്ങും. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ നമ്മുടെ എമ്പുരാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് സെൻസർ ബോർഡൊക്കെ പിടിച്ചതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ടൈം കൊള്ളാം. ഇത് നന്നായി ഓടാൻ സാധ്യതയുണ്ട്. എന്താണ് ജാനകി എന്നറിയാൻ മലയാളി ഒരു താല്പര്യം കാണിക്കും. അങ്ങനെ ജാനകിമാർ ഓടട്ടെ.